മറ്റുള്ളവരുമായി നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ട്. ചില സമയങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ചില സമയങ്ങളിൽ ഇത് വളരെ ദോഷകരമായിട്ട് നമുക്ക് തീരാറുണ്ട്. ആലോചിച്ച് നോക്കി, എപ്പോഴൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യാറുള്ളത്? നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് ഒരു വിജയം ഒരാൾക്കുണ്ടായി എന്ന് തോന്നുമ്പോൾ നമുക്ക് നാച്ചുറലി ഒരു ടെൻഡൻസി വരും അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ കുറച്ച് ഇമ്പ്രൂവ് ആകാനും നമുക്ക് സഹായകരമാണ് എങ്കിൽ അത് ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്, നമ്മളിതിനെ നെഗറ്റീവായിട്ട് ചിലപ്പോൾ എടുക്കാൻ തുടങ്ങും. അതായത്, അയ്യോ എനിക്ക് മാത്രം ഈ കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവർക്ക് മാത്രമേ ഉള്ളൂ ലൈഫിൽ ബെറ്റർമെന്റ് എന്നുള്ള രീതി ചിന്തിച്ച് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് വിഷമിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വളരെ നെഗറ്റീവായ കമ്പാരിസനാണ്. നമുക്ക് ഇത് ഡിപ്രഷനിലേക്ക് വരെ നമ്മളെ നയിക്കുന്ന ഒരു പ്രശ്നമാണ്. എങ്ങനെ വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ? നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടോ, അവരുടെ ജീവിത വിജയത്തിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പക്ഷേ വേറൊരു കമ്പാരിസന്റെ പ്രശ്നമാണ്, ചിലപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആകാനുള്ള ആളുകളെ പറ്റി, നമ്മളെക്കാട്ടിലും കുറച്ചുകൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ ആശ്വസിക്കും, എനിക്ക് അങ്ങനെയൊന്നും വന്നില്ലല്ലോ, എൻ്റെ ജീവിതം എത്ര ബെറ്റർ ആണെന്ന്. ഉറപ്പായിട്ടും ഡിപ്രഷനുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പോരായ്മയുള്ള ആളുകളാണെന്ന് എപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കാതെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫ് ബെറ്റർ ആണെന്ന് നമ്മൾ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ ഇത് ഒത്തിരി ഓവർ ആവാൻ പാടില്ല. അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മളെക്കാട്ടിലും കുറവുള്ള ആളുകളെന്ന് വിചാരിക്കുന്ന ആളുകളുമായിട്ട് മാത്രം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ മെച്ചപ്പെടണമെന്ന് ചിലപ്പോൾ ഒരു ആഗ്രഹം വരില്ല. നമ്മുടെ മോട്ടിവേഷനെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലുള്ള നമ്മൾ കാണുന്ന കാര്യങ്ങളുമായിട്ടുള്ള കമ്പാരിസൺ. അവരുടെയൊക്കെ ലൈഫ് എത്രയോ ബെറ്റർ ആണ്, അവരെത്രയോ യാത്രകൾ പോവാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ ലൈഫ്, അവരുടെ ഫാമിലിയിൽ നല്ല സമാധാനം, അവർ ഫിനാൻഷ്യലി നല്ല ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ, നല്ല ജോലികൾ, എന്താ അല്ലേ അവരുടെ ജീവിതം, എത്ര മനോഹരമാണ്. എൻ്റെ ജീവിതം മാത്രം പ്രശ്നത്തിലാണല്ലോ, എനിക്കൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്ന ഒരു രീതി പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ജീവിതങ്ങൾ അത് ചിലപ്പോൾ അത് റിയൽ ആവണമെന്നില്ല. നമ്മൾ റിയൽ ലൈഫെന്നും പറയത്തില്ലേ, ആ റീൽസിലൊക്കെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ അവർ ആ ഒരു മൊമെന്റിലേക്ക് അവർ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആയിരിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി ഉറപ്പായിട്ടും നമ്മൾ ആളുകളായിട്ട് കമ്പയർ ചെയ്തിട്ട് ബെറ്റർ ആകാൻ നോക്കണം. പക്ഷെ ഓവറായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആവുന്നു, ഓവറായിട്ട് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ നമ്മൾ ടെൻഡൻസി കാണിക്കുന്നു, നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ള അവസ്ഥ വലിയ രീതിയിൽ അപകടകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഓവറായിട്ട് നമ്മുടെ സമാധാനം പോകുന്ന രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചിന്തയോട് സ്റ്റോപ്പ് പറയണം, അതിനെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ 1% എന്ത് കാര്യം ഇന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ആലോചിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ നമുക്ക് വളരെ മനസ്സ് തകർന്നു പോവുകയും നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ചെറുപ്പകാലം തൊട്ടേ ഒരുപാട് കമ്പാരിസൺ വളർത്തി വരുന്ന കുട്ടികളുണ്ട്. നമ്മൾ പലരും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നമ്മുടെ മാർക്ക്, നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രീതി എല്ലാം മറ്റുള്ളവരുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യപ്പെട്ട് നമ്മൾ മികച്ച ആളാവണമെന്ന് നമ്മളെ ചെറുപ്പം തൊട്ടേ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമ്പാരിസൺ ടെൻഡൻസി നമുക്ക് വളരെ അധികമായിരിക്കും. ഈ ഒരു പ്രായത്തിൽ എത്തുമ്പോൾ നമ്മൾ ലേൺ ചെയ്യുക. നമ്മൾ പഠിച്ചതെല്ലാം ശരിയാകണമെന്നില്ല, നമ്മൾ പഠിച്ചതിൽ ചിലപ്പോൾ ചില തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് നമ്മൾ സ്വയം വില കണ്ടെത്തി നമ്മുടെ രൂപത്തെയും നമ്മുടെ സ്വഭാവത്തെയും ഇതിലൊക്കെ നന്മകൾ എന്താണ്, ഇതിന്റെ നന്മകൾ എന്താണെന്ന് കണ്ടെത്തുക, ഇതിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ ഇരിക്കാനും ഇത് വളരെയധികം അത്യാവശ്യമാണ്.